ഞാൻ രാജലക്ഷ്മി പിള്ളൈ. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സാണ്, അതായത് 13ഉം 14ഉം. 13-ല് സെക്കുലറിസവും 14-ല് കമ്മ്യൂണിസം. അപ്പോൾ ഇതോടുകൂടി ഈ പുസ്തകത്തിന്റെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവുകയാണ്. സെക്കുലറിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സെക്കുലറിസം എന്നുള്ളത് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ കാലത്ത്, അതായത് ഈ കാലഘട്ടങ്ങളിൽ യുവൽ നോഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഥർ 21 ലെസൺസ് 21ാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ റിലീജിയനെയും വ്യത്യാസമില്ലാണ്ട് ഒരേ മാതിരി കാണുന്നതിനെയാണ് നമ്മൾ സെക്കുലറിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീജിയനും ഒരു മതവും ഒരു സ്റ്റേറ്റും തമ്മിലില്ലാത്ത വ്യത്യാസങ്ങൾ ഇല്ലാണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് അതിന് സെക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സെക്കുലറിസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൊസൈറ്റിയില് നമ്മുടെ ഇഷ്യൂല് ഒരു മതത്തിനെ സംബന്ധിച്ച് ഒരുവിധ നമ്മളുടെ ഭരണഘടനയിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ റിലേഷൻഷിപ്പും സ്റ്റേറ്റും അല്ലെങ്കിൽ മതവുമായിട്ട് എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ഒരു വ്യത്യാസമില്ലാണ്ട് ഈക്വൽ ആയിട്ട് ജീവിക്കുക. അതാണ് നമ്മൾ സെക്കുലറിസം വഴി ഉദ്ദേശിക്കുന്നത്. ഇതിന് 3 മീനിങ്സിന് 3 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് റിലീജിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ, അതായത് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻ. രണ്ടാമത് പോസിബിലിറ്റി, എന്തിന്റെ പോസിബിലിറ്റിയാണ്? ഈ സെക്കുലറിസം, ഈ മതം വിദ്വേഷമില്ലായ്മ ഇന്ത്യയിൽ നടത്താൻ പറ്റുമോ എന്നുള്ളത് 2. മൂന്നാമത്തെ എന്താന്ന് വെച്ചാല്, എല്ലാ മതത്തിനെയും സർവധർമ്മ സഭ എന്നാണ് നമ്മൾ പറയാറ്. അതായത് എല്ലാ ധർമ്മവും, അത് ഹിന്ദു ധർമ്മമായാലും ശരി, ക്രിസ്ത്യൻ ധർമ്മമായാലും ശരി, മുസ്ലിം ധർമ്മമായാലും ശരി, നമ്മൾ ഒരുമാതിരിയാണ് കാണുന്നത്. അതാണ് നമ്മളുടെ ഭരണഘടനയിൽ വിഭജിച്ചിട്ട് ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഒരേ മാതിരി കാണണം, ഒരേ മാതിരി റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മളുടെ സെക്കുലറിസത്തിൽ കൂടി ഡെമോക്രസി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവനവന്റെ ജനാധിപത്യ ഭരണം. ഈ ജനാധിപത്യ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് ഒരു കോമ്പറ്റീഷൻസ് ആയിരിക്കണം. ആ കോമ്പറ്റീഷൻസ് വഴി നമ്മൾക്ക് എല്ലാ സിറ്റിസനും ഈക്വൽ ആയിട്ട് ജീവിക്കാനുള്ള, ഏത് ഫെയ്ത്തിൽ, നമ്മളിപ്പോ ഇന്ത്യയിൽ ഹിന്ദുസ് മാത്രമല്ല ഉള്ളത്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖ് ഉണ്ട്, പല ബുദ്ധിസ്റ്റ് ഉണ്ട്, ജൈൻ മതമുണ്ട്. അപ്പൊ പല വിധത്തിലുള്ള മതങ്ങൾ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ പല വിധത്തിലുള്ള റിച്വൽസ് ഫോളോ ചെയ്യുന്നവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. ആ ഇന്ത്യയില് എല്ലാവർക്കും ഒരു മതത്തിനും പ്രത്യേകതയില്ല, എല്ലാത്തിനെയും ഈക്വൽ ആയിട്ട് നമ്മൾ കാണുന്നു. അത് മാത്രമല്ല, അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് സത്യമാണ്. മതം എന്ന് പറയുന്നത് സത്യത്തിനെയാണ് നമ്മൾ മതം എന്ന് പറയാം, അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവിധ ആൾക്കാർക്കെയും അവരുടെ സഫറിങ്സ്, അവരുടെ കഷ്ടനഷ്ടങ്ങളിന് നമ്മൾ എന്താ പറയാ, കമ്പാഷൻ എന്ന് പറയും. അപ്പൊ ഇവരുടെ കഷ്ടങ്ങൾ കാണുമ്പോൾ ആ കഷ്ടത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏതൊക്കെ തരത്തിൽ നമുക്ക് അവരെ അതിനെ സഹായിക്കാൻ പറ്റും, ഇതില് ഒരു വിധത്തിലുള്ള ഒപ്രഷനും ഇല്ലാണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണ്. ഒരു ഡിവൈൻ പവർ ഒന്നും ഇല്ല, മനുഷ്യനായിട്ട് ജീവിക്കുക, മനുഷ്യത്വത്തോടെ ജീവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെക്കുലർ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാല്, ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയാറ്. കാരണം ഇന്ത്യയിൽ എല്ലാ മതത്തിനെയും നമ്മൾ നേരത്തെ പറഞ്ഞമാതിരി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മതത്തിന്, ഒരു രാഷ്ട്രത്തിന് അവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഏത് മതം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുത്ത് സ്വീകരിക്കുകയും അതിൽ വിശ്വസിച്ച് അതിൽ പോവുകയും ചെയ്യാം. ഒരാളുടെ റിലേഷൻ, ഒരു മനുഷ്യന്റെ റിലേഷൻ അല്ലെങ്കിൽ ഒരാളുടെ റിലേഷനെയാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഇഷ്ടം എന്നാണ്.
അപ്പൊ സ്റ്റേറ്റ് അവിടെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്. അതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സില്, നമ്മളുടെ സെക്യുലറിസത്തില്, നമ്മളുടെ ഹിന്ദുയിസത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതേമാതിരി തന്നെ ഈ സെക്യുലറിസത്തിന്റെ പ്രാക്ടീസും ലോയൽറ്റിയും ആൾക്കാരുടെ വിശ്വാസവും കോൺഫ്ലിക്റ്റ് ആയിട്ടും ആൾക്കാർ അത് കൺവേർട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളുടെ ക്രെഡൻഷ്യൽസ് ആവശ്യം നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് പല വിധത്തിൽ മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മളുടെ റിലീജിയസ് ലിബർട്ടി എന്ന് പറയുന്നത് വർഷിപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അതേമാതിരി തന്നെ മൈനോറിറ്റി ആയാലും ശരി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയാലും ശരി, ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ ക്ലിയർ ആയിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അനിൽ പറയുന്നുണ്ട് സെക്യുലറിസത്തിലെ ന്യൂട്രാലിറ്റി, സ്റ്റേറ്റ് എപ്പോഴും ന്യൂട്രൽ ആയിട്ട് നിൽക്കും, ഇതിനും ഇല്ല അതിനും ഇല്ല. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മതത്തിനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ് ഇന്ത്യയുടെ മെജോറിറ്റേറിയനിസം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഒരു മെജോറിറ്റി ഒന്നും ഇല്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് മോഡേൺ ആയിട്ട് എല്ലാവരും സെക്യുലർ ആയിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡോക്ട്രിൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്തത്, നമ്മുടെ ഈ വേർഡ് സെക്യുലറിസം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമില്ല. 2026 ജനുവരി 51 അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം സെക്യുലറിസം വഴിയുമാണ് ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്ന് പ്രിയാമ്പിളില് നമ്മൾ 42ാം കോൺസ്റ്റിറ്റ്യൂഷനില് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വന്നിട്ട് ഈ ഫീച്ചർ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം ഇവിടെ ആർട്ടിക്കിൾസ് 25, 30 റിലീജിയസ് റൈറ്റ്സ് മൈനോറിറ്റീസിന്റെയും എടുത്ത് പറയുന്നുണ്ട്. ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ വാല്യൂസ് ആണ്. ഈ വാല്യൂസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് സെക്യുലർ സ്റ്റേറ്റ് ഒരു മതത്തിനെ, ഏത് മതത്തിനെ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം, ഏത് മതത്തിലേക്കും കൺവേർട്ട് ചെയ്യാം, കൺവേർട്ട് ചെയ്തിട്ട് ആ മതത്തിന്റെ റിച്വൽസ് പ്രകാരം ജീവിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വേർഡ് പ്രിയാമ്പിളിൽ കൊണ്ടുവരാനുള്ള കാരണം ഇതാണ്. ഒരു ഇന്ത്യയിൽ മതഭ്രാന്ത് വേണ്ട, അല്ലെങ്കിൽ റിലീജിയൻ അല്ലെങ്കിൽ മതത്തിനെ വെച്ചോണ്ട് വ്യത്യാസം വരാൻ പാടില്ല. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ ഭരണകൂടം, ഭരണത്തിന് കൺസേൺ ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മതം എന്നുള്ളത് ഒരു പ്രൈവറ്റ് അഫെയർ ആണ്, ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ഒരാളുടെ പ്രത്യേകമായിട്ട് സ്വാതന്ത്ര്യമാണ്. അതിൽ രാജ്യത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനോ തലയിടാൻ പാടില്ല. രാഷ്ട്രവും പൊളിറ്റിക്സും ഒക്കെ പബ്ലിക്കായിട്ട് വരുന്നതാണ്, എല്ലാവർക്കും വരുന്നത്. ഇത് മതം എന്ന് പറയുന്നത് ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് അവനവന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതേമാതിരി തന്നെ ആ മതത്തിന്റെ റിലീജിയസ് പ്രാക്ടീസ് നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത് മതത്തിനെയും അല്ലെങ്കിൽ പ്രൈവറ്റിനെയും പബ്ലിക്കിനെയും ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഓരോ രാജ്യവും അവരുടെ സിറ്റിസനെ ഏത് മതത്തിലും വിശ്വസിക്കാം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ സെക്കൻഡ് അലൈൻമെന്റിൽ വരുമ്പോൾ സെപ്പറേറ്റ് ആക്കണം, സ്റ്റേറ്റ് വേറെ റിലീജിയൻ വേറെ, അതായത് മതം വേറെ രാഷ്ട്രം വേറെ. അപ്പൊ അങ്ങനെ ഈ ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇതിൽ സത്യമാണ്, നമ്മൾ സത്യമേ ജയിക്കും എന്നുള്ള ഒരു വിശ്വാസമുള്ളവരാണ് നമ്മൾ. അപ്പോൾ സത്യമായിട്ടുള്ളത് എന്താണ്? നമ്മളുടെ വിശ്വാസം. നമ്മൾ ഏത് മതത്തിലായാലും സത്യം എന്നുള്ളത് ട്രൂത്ത് എന്നാണ്. അപ്പൊ ട്രൂത്ത് ഫൈനലായിട്ട് ജയിക്കുള്ളൂ എന്നുള്ളതാണ്. അത് ഏത് മതമായാലും ഇത് തന്നെയാണ് പറയുന്നത്. ഈക്വൽ റെസ്പെക്റ്റ് ആണ് തിയറി. ഇതില് സെക്യുലറിസം തിയറിയില് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ് ആണ് കൊടുത്തു പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഇതേ തന്നെയാണ്. അഡ്വക്കേറ്റ് ചെയ്യുന്ന വരുന്നത് മുഴുവനും KM മുൻഷിയുടെ, അതായത് ആർഗ്യുമെന്റ് പറയുന്നുണ്ട്,
ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഇന്ത്യൻ സെക്കുലറിസം അതില് ഒരു സ്റ്റേറ്റ് റിലീജിയൻ അല്ല, ഒരു റിജിറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ലൈൻ വന്നിട്ടില്ല റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ. അത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ ജയപ്രകാശ് നാരായൺ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഒരു റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു മതമല്ല. മതം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോഷ്യലും ഇക്കണോമിക് പൊളിറ്റിക്കൽ പർപ്പസിന് ലീടുന്നില്ല. എപ്പോഴാണോ മതത്തിനെ നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപ്പൊ അവിടെ കമ്മ്യൂണൽ വയലൻസ് വരും. ഇനി ആന്റി സെക്കുലറിസം എന്ന് പറയുമ്പോൾ എന്താ പറയാ? ആന്റി സെക്കുലറിസം എന്ന് പറയുമ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ട്. ആന്റി സെക്കുലറിസം അസംബ്ലിയിൽ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അഡ്വക്കേറ്റ്സ് ആന്റി സെക്കുലറിസത്തിനെ പറയുന്നത് ഒപ്പോസിഷനാണ്, സെക്കുലറിസത്തിന് ഒപ്പോസ് ചെയ്യുന്നതാണ്. നോട്ട് ടു ഒപ്പോസ്ഡ് ബട്ട് സെക്കുലറിസത്തിന് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ സജഷൻ എന്താ വെച്ചാല് മതത്തിനെ വേറെ ആയിട്ട് കാണുക, രാഷ്ട്രത്തിനെ വേറെ ആയിട്ട് കാണുക. ഇതിനെ രണ്ടിനെയും കൂടെ കമ്മ്യൂണൽ ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഹിന്ദുവാസ് ആൻഡ് സെക്കുലറിസം, ഇതിനാണ് നമ്മൾ ആന്റി സെക്കുലറിസം എന്ന് പറയുന്നത്. റിലീജിയൻ അല്ലെങ്കിൽ മതം നമുക്ക് ഒരിക്കലും സ്റ്റേറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇവർ പറയുന്നു. കാരണം അവർക്ക് സൊസൈറ്റിയിൽ റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ സെപ്പറേഷൻ വേണ്ട, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയൽ സെക്കുലറിസത്തിന്റെ ട്രേസ് എന്താ? ഇന്ത്യൻ ട്രഡീഷനില് നമ്മൾ പറയുന്നത് ക്ഷമ, ടോളറൻസ്, ഏറ്റവും കൂടുതൽ ടോളറൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത്. ഒരു തെറ്റ് ചെയ്യുന്ന ആൾ ഒരു ക്ഷമ കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ അവർക്ക് ക്ഷമ നൽകി അവരെ നന്നാവാൻ സാധിക്കുക. അതേമാതിരി സെക്കുലറിസത്തില് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട് ഗിഫ്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ നന്ദി പറയുന്നുണ്ട് ആന്റി സെക്കുലർ അജണ്ട. കാരണം ഇതൊക്കെ പല വിധത്തിലുള്ള സെക്കുലർ ഫീലിങ്സ് ആണ്. മോഡേൺ ആയതുകൊണ്ട് മോഡേണിറ്റി വന്നുകൊണ്ട് സെക്കുലറിസം ഇല്ലാന്നില്ല. ഓരോരുത്തരുടെ കൾച്ചറെ മനസ്സിലാക്കുക, സിവിലൈസേഷനെ മനസ്സിലാക്കുക, നമ്മളുടെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കുക, മതം മനസ്സിലാക്കുക. അത് ഹിന്ദുയിസം ആയാലും ശരി, പഴയ കാലത്തിലുള്ളതായാലും ശരി, ഇപ്പോഴത്തെ ആയാലും ശരി, ഇതിൽ യൂണിവേഴ്സൽ ആയിട്ട്, അല്ലെങ്കിൽ ലോകമേ തറവാടെന്നാണ് പറയാറ് നമ്മൾ ഹിന്ദുയിസത്തില്. അപ്പൊ ആ ഹിന്ദുയിസത്തില് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കണം. മനുഷ്യരിൽ എല്ലാവരും ഒരേ മാതിരിയാണ്, ഒരേ കളറാണ്. നമ്മളുടെ കൈ മുറിച്ചാൽ ഹിന്ദുവിന്റെ ആയാലും ശരി, മുസ്ലിമാന്റെ ആയാലും ശരി, ക്രിസ്ത്യന്റെ ആയാലും ശരി, ബ്ലഡിന് ഒറ്റ കളറേ ഉള്ളൂ, റെഡേ ഉള്ളൂ. അല്ലാണ്ട് നീല ബ്ലഡും പച്ച ബ്ലഡും ഒന്നും ഇല്ല. അപ്പൊ ആ ഈശ്വരന്റെ സൃഷ്ടിനെ, അത് ഏത് മതമായാലും അതിനെ റെസ്പെക്ട് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇനി ഭാർഗവ ആർഗ്യൂ ചെയ്യുന്നുണ്ട് സെക്കുലറിസം റീകൺസെപ്റ്റലൈസ് ചെയ്യാൻ പാടില്ല. അതായത് സ്റ്റേറ്റ് ചർച്ച് റിലേഷൻഷിപ്പ്, ഇവിടെ ഫോക്കസ് വരുന്നത് റെസ്പോൺസ് ഡീപ്പായിട്ടുള്ള റിലീജിയസ് ഡൈവേഴ്സിറ്റി. അതായത് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള മതങ്ങൾ, ഡൈവേഴ്സിറ്റിയിൽ കൂടെ നമ്മൾ പവറിന്റെ റിലേഷൻസ് കണ്ടുപിടിക്കുന്നു. അതിൽ താന്നു പോയിട്ടുള്ള ഡോമിനേഷൻ എത്രത്തോളം ഉണ്ട്. രണ്ട് മൂവ്മെന്റ്, അല്ലെങ്കിൽ സെക്കുലറിസം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ ആണോ, ഇന്റർ ആണോ, ഇൻട്രാ റിലീജിയസ് ആണോ? ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ അധികാരത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? സെക്കുലറിസം ഒരിക്കലും മതത്തിന് എഗെയിൻസ്റ്റ് അല്ല. മതത്തിന്റെ ഒപ്പത്തിനൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കാം. നിങ്ങളുടെ ഫിലോസഫി എന്താണോ ആ ഫിലോസഫിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞതും. അതിനെപ്പറ്റി ഡിസഗ്രിമെന്റിന് നമ്മൾ നിൽക്കുന്നില്ല. കാരണം ഇവിടെ സെക്കുലറിസത്തിനെ രണ്ട് വിധത്തിൽ, പൊളിറ്റിക്കലായിട്ടും സെക്കുലറായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതായത് പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ, അതായത് നമ്മൾ ഇന്ത്യയിലെ ഫേസിങ് ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. എക്സ്റ്റേണൽ ആയിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ആയിട്ടും
ഇന്റേണൽ ആയിട്ടും ഈ ക്രൈസിസിന് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് കോൺഗ്രസ് ബ്രേക്ക് ഡൗൺ ആകുക, പിന്നെ സെൻട്രലൈസേഷനില് പവർ ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേറ്റിന്റെ സെൻട്രലൈസേഷനിൽ വരുന്ന പവർ. അതിന്റെ തന്നെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഞ്ചാബ് ആൻഡ് കാശ്മീരില് ഇംപ്ലിമെന്റേഷൻ, നമ്മളെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പഞ്ചാബിലും കാശ്മീരിലും ഇംപ്ലിമെന്റ് ഇപ്പൊ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. ഇനി ടോട്ടലായിട്ട് നമ്മൾ വേൾഡ് വ്യൂല് നോക്കുമ്പോൾ ഒരു ഡിമാൻഡ് ഇക്വിഡിസ്റ്റൻസ്, അത് ഏതിനാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഏത് വിധത്തിലാണെന്നുള്ളത് ഓരോ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്യം. ഇത് മാരുമല്ല, ക്രൈസിസ് എന്തിനാണ് ഈ സെക്യുലറിസത്തിന് ലെജിറ്റിമേറ്റ് ആണോ എന്നുള്ളതാണ്. ഇനി സെക്യുലറിസവും റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും തമ്മിലുള്ള കോൺസെപ്റ്റ് എന്താ നോക്കാം. ഇവിടെ 2 വിധത്തിൽ സെക്യുലറിസം, സെക്യുലറൈസേഷൻ എന്ന് പറയാറുണ്ട്. 2 ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അക്കാഡമിക് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സില് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. കാരണം ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ പറയുന്നുണ്ട് സെക്യുലറൈസേഷൻ, അതിന്റെ കൂടെ തന്നെ സെക്യുലറിസത്തിന്റെ റിലേഷൻഷിപ്പ്. ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യയുടെ കാലഘട്ടത്തിൽ നമ്മൾ വിഭജിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. ഇന്ത്യ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളുടെ എല്ലാവരും ഒരേമാതിരി ജീവിച്ചുകൊണ്ടിരുന്നു. ഫ്രീഡം മൂവ്മെന്റ് വരുന്ന സമയത്ത്, അതായത് ബ്രിട്ടീഷിന്റെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ ഇല്ല, ബംഗ്ലാദേശും ഇല്ല, അങ്ങനത്തെ 2 സ്ഥലങ്ങളൊന്നും ഇല്ല. പക്ഷെ ആ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഡിവിഷൻ ബൈ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈ നേഷൻ സ്റ്റേറ്റ് തിയറി വരുമ്പോഴാണ് അവിടെ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ വരുന്നത്. പാകിസ്ഥാന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി മുസൽമാൻ താമസിക്കുന്ന സ്ഥലം. അതേമാതിരി തന്നെ ബംഗ്ലാദേശിലും ഇതേമാതിരി തന്നെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും ഈ ബംഗ്ലാദേശും ഇതേമാതിരി വിഭജിക്കുന്നുണ്ട്. കാരണം മുസൽമാൻ താമസിക്കുന്ന ഒരു ഭാഗം, ഹിന്ദു റിലീജിയസ് ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗം, ഇങ്ങനെ പിരിഞ്ഞു പോവാണ്. അങ്ങനെയാണ് ഈ ഇന്ത്യയിലെ റെഫറൻസിൽ നോക്കുക, നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഫോർമേഷൻ വരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽസ് തമ്മിലല്ല, ഇൻഡിവിജ്വൽസ് എന്ത് ആക്ഷൻ എടുത്താലും അത് അവസാനം സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് വരുന്നു. ബൈ ലാംഗ്വേജ്, ബൈ സ്റ്റേറ്റ്, ബൈ നേഷൻ തിയറിയും ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അപ്പോൾ ഈ റിലീജിയൻ, ഒരു മതത്തിന്റെ ഇൻഫ്ലുവൻസ് പബ്ലിക് പോളിസികളിൽ എത്രത്തോളം വരുന്നുണ്ട്, സോഷ്യൽ റിലേഷൻസിന് എത്രത്തോളം വരുന്നുണ്ട് എന്നാണ്. ഈ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. മോഡേണൈസേഷൻ ആയാലും കൊള്ളാം, മോഡേണിറ്റി ആയാലും കൊള്ളാം, സെക്യുലറിസത്തിന്റെ അല്ലെങ്കിൽ ഈ നോർമേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റിന്റെ സെക്യുലറിസത്തിന്റെ ആക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. സെക്യുലറൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യയും പാകിസ്ഥാനും പോളിസി സെക്യുലറൈസേഷൻ വാസ് പാർഷ്യൽ. കാരണം നോൺ റിലീജിയസ് ഇഷ്യൂസ്, പാർട്ടീഷൻ അഫക്റ്റ് ചെയ്ത ഫാമിലികള്, അതേമാതിരി റീഹാബിലിറ്റേഷൻ, റെഫ്യൂജി ആയിട്ട് വരുന്നവര്, ഇവിടെ നിന്ന് മുസൽമാൻ അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഹിന്ദുസ് ഇങ്ങോട്ട് വരുന്നു. ഈ റീഹാബിലിറ്റേഷൻ, റെഫ്യൂജീസ് ഒരുപാട് വരുന്നുണ്ട് ആ സമയത്ത്. ലിമിറ്റഡ് ആയിട്ടുള്ള സെക്യുലറിസം സ്റ്റേറ്റ് മെഷീനറിക്ക് അത് അഫക്റ്റ് ആവുന്നുണ്ട്. ഇതേമാതിരി തന്നെയാണ് കാശ്മീരിലും സെയിം പ്രോബ്ലംസ്. കാശ്മീരി ബ്രാഹ്മിൻസും മുസൽമാനും തമ്മിൽ. അപ്പൊ ഈ ടോപ്പ് ലെവൽ ബ്യൂറോക്രാറ്റ്സ് എൻകറേജ് ചെയ്തത് സെക്യുലറൈസേഷൻ, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സെക്യുലർ അപ്രോച്ച്, എല്ലാവർക്കും മൈഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാരെ നിർത്താനോ അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങളിലേക്ക് തലയിടാനിരിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യയുടെ വിഭജന കാലത്തിൽ ഒരു സെപ്പറേഷൻ എന്നുള്ളതും അതിന്റെ ആർഗ്യുമെന്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ്.
ആ കാലഘട്ടത്തിൽ 3 ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട് അസംബ്ലിയിൽ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. ഒരാർഗ്യുമെന്റ് എന്താ വെച്ചാൽ റിലീജിയൻ പേഴ്സണൽ അഫെയർ ആണ്, അതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ സെപ്പറേഷൻ, റിലീജിയനും രാഷ്ട്രവും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടോ, അത് വേണം എന്നുള്ളത്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് പറയുന്നുണ്ട് ഈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ റെസ്പെക്ട് ചെയ്ത് എല്ലാ മതത്തിനെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്ത് സർവധർമ്മ സംഭവമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് നമ്മൾ ഈ ലെസന്റെ കൺക്ലൂഡിങ് ചാപ്റ്ററിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളുടെ രാഷ്ട്രീയ ധർമ്മത്തിൽ കൂടെ നമ്മൾ നടപ്പിലാക്കിയെടുത്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് 14th ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് കമ്മ്യൂണലിസം ആണ്. കമ്മ്യൂണലിസം എന്ന് പറയുമ്പോൾ എന്താണ് കമ്മ്യൂണലിസം? ഓരോ കമ്മ്യൂണിറ്റി ആൾക്കാർ, ഓരോ ഇൻഡിവിജ്വല്, ഓരോ ഗ്രൂപ്പ് ഈ കമ്മ്യൂണലിസത്തിനെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ വിശാലമായ ഡൈവേഴ്സായ സൊസൈറ്റിയാണ്. ഇവിടെ വളരെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് പല വിധത്തിലുള്ള ഫാക്ടേഴ്സ് കാരണമാവുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് കൾച്ചർ വ്യത്യാസം, പിന്നെ ലാംഗ്വേജ്, സംസാരിക്കുന്ന ഭാഷയുടെ വ്യത്യാസം, മൂന്നാമതായിട്ട് മതത്തിന്റെ വ്യത്യാസം, നാലാമതായിട്ട് കസ്റ്റംസ്, എന്തൊക്കെയാണോ നമ്മൾ ചെയ്തു പോകുന്നത് ജീവിതത്തിൽ കസ്റ്റംസ്, അഞ്ചാമതായിട്ട് ചരിത്രം, ആറാമതായിട്ട് റീജിയൻ, ഏത് ഏരിയയിലാണ് റീജിയൻ, ഏഴാമതായിട്ട് വരുന്നത് അവന്റെ ധനസ്ഥിതി, ഇക്കോണമി. ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് കമ്മ്യൂണലിസത്തിന്. അപ്പോൾ ഈ ഇത്രയും ഫാക്ടേഴ്സും ഇതിന്റെ എഫക്റ്റീവ് നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഐഡന്റിറ്റി ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. സിംഗിൾ ആയിട്ടുള്ള ഒരു പ്ലേ അല്ല. ഡോമിനന്റ് ആയിട്ടുള്ള ഈ വലിയ രാജ്യത്ത് ഇത്രയും വ്യത്യാസങ്ങൾ, മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ ഇത്രയും ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വിഭജിച്ച് കിടക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ ഈ റിലീജിയൻ മാത്രമല്ല, മൾട്ടി റിലീജിയസ് സൊസൈറ്റിയാണ് ഇന്ത്യ. അതായത് പലവിധ മതവിശ്വാസികൾ, പല കൾച്ചർ വിശ്വാസികൾ, പല ഭാഷ വിശ്വാസികൾ. വിവേകാനന്ദൻ പറഞ്ഞു ഭ്രാന്താലയമാണെന്ന്. കാരണം പല വിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ, പല മതവിശ്വാസികൾ ജീവിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ ആ കാലഘട്ടത്തിൽ ഈ ആൾക്കാർ, അതായത് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം അവർക്ക് ബെനിഫിറ്റ് ആകും, എത്രത്തോളം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും, ഹാർമോണിയസ് ആയിട്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിന്റെ ഈ ഐഡന്റിറ്റീസ് എല്ലാം ഒരു മനുഷ്യരുടെ, ഓരോ ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റിയാണ്. അതിൽ കൺസെപ്ച്വലായിട്ട് അവര് വിശ്വസിക്കുന്ന മതത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഒരാളുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കമ്മ്യൂണലിസത്തില് എന്താണ് ഷേപ്പായിട്ട് വരുന്നത്? ഓരോ കമ്മ്യൂണിറ്റിന്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ, എക്സാമ്പിള് സിഖ് കമ്മ്യൂണിറ്റി, അവരുടേതായ കമ്മ്യൂണിറ്റിയിൽ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ റിച്വൽസ്, അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. കാരണം ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ കൾച്ചറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടേതായ റിച്വൽസ് ഉണ്ട്. അപ്പൊ അവരിപ്പോ തലമുടി വളർത്തുകയും ടർബൻ കെട്ടുകയും ചെയ്തു, അത് കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ സ്വാതന്ത്ര്യമാണത്. അവരുടെ വിശ്വാസത്തിന്റെയും റിച്വൽസത്തിലും നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റോ ആരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അതേമാതിരി തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയില് അവരുടെ റിച്വൽസിലും അവരുടെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളിലും
അവരുടെ പ്രാർത്ഥനയിലുള്ള വ്യത്യാസങ്ങളിലും അവരുടെ എന്താ പറയാ ഡ്രസ് ചെയ്യുന്ന വ്യത്യാസത്തിലൊന്നും സ്റ്റേറ്റ് ചോദിക്കാൻ പാടില്ല. ബിക്കോസ് അത് ഒരു മത അല്ല ഒരു ഗ്രൂപ്പിന്റെ ഒരു കമ്മ്യൂണിറ്റീന്റെ സ്വന്തമായിട്ടുള്ള ഇപ്പൊ അവര് റമദാൻ ടൈമിൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. മതവിശ്വാസം അവരുടെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡോൺ ടു ഡസ്ക് വരെ ഫാസ്റ്റിംഗ് ചെയ്യുന്നു റമദാൻ ടൈമിൽ. അത് അവരുടെ വിശ്വാസവും അവരുടെ റിച്വൽസും ആണ്. ചെയ്യാൻ പാടില്ല. അതിനെ അവരുടെ ലെവൽ തന്നെ റിലീജിയസ് അവരുടെ മതവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ആ വിശ്വാസം, മതത്തിലുള്ള വിശ്വാസം, അവരുടെ റിച്വൽസിലുള്ള വ്യത്യാസം, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ പരാമർശിക്കാനോ പാടില്ല. ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ബുക്കുണ്ട്. ഇതിൽ ബിപിൻ ചന്ദ്രയും കൂട്ടരും ഒരു ഐഡിയോളജി അവർ പറയുന്നുണ്ട്. എന്ത് ഐഡിയോളജി വെച്ചാൽ 3 എലിമെന്റ്സ് ഉണ്ട്. അവരുടെ അഭിപ്രായത്തിൽ 3 എലിമെന്റ്സ് ഉണ്ട്. ഈ 3 എലിമെന്റ്സില് പല വിധത്തിലുള്ള ആൾക്കാര്, പല പല മതത്തിലുള്ളവര് സിമിലർ ആയിട്ട് പൊളിറ്റിക്കലായിട്ടോ, അതായത് രാഷ്ട്രീയമായോ ഇക്കണോമിക്കായോ ധനപരമായോ സോഷ്യലായിട്ടോ വിശ്വാസത്തിൽ അവരുടെ കൾച്ചറൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഈ ബുക്കിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാല് കമ്മ്യൂണൽ ഐഡിയോളജി എന്താണ്. സെക്കൻഡായിട്ട് അവർ പറയുന്നത് പല ആൾക്കാര് പല ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, അതായത് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് തന്നെ അവർക്ക് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള ഇക്കണോമിക് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഉണ്ടാവും. മൂന്നാമത്തെ എലിമെന്റ് എന്ന് വെച്ചാല് ഒരു ഫ്രേസാണ്, ഒരു ഭാഗമാണ് കമ്മ്യൂണലിസം. ഇതിൽ റിലേഷൻഷിപ്പ് റിലീജിയസ് കമ്മ്യൂണിറ്റീസും മ്യൂച്വൽ ആയിട്ട് ഇൻകോമ്പാക്റ്റബിൾ വരികയാണെങ്കിൽ, ഹോസ്റ്റിലിറ്റി വരികയാണെങ്കിൽ, ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് കമ്മ്യൂണൽ വയലൻസ് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹിന്ദുവിനെ കൊന്നു. ഫോർ എക്സാമ്പിൾ ഹിന്ദു വിശ്വാസികൾക്ക് പശുവിനെ കൊല്ലാൻ പാടില്ല, കാരണം അതിന് അവരുടെ വിശ്വാസത്തിൽ പാടില്ല, ബീഫ് അത് പാടില്ല, അല്ലെങ്കിൽ കൊല്ലാൻ പാടില്ല. പക്ഷെ ഒരു മുസൽമാനോട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കാൻ പോണില്ല, അത് അവരുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടില്ല. അതേമാതിരി തന്നെ നിങ്ങൾ മുസൽമാന്റെ വിശ്വാസത്തിൽ അവനവന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നതാണ് പറയാറ്. അതിൽ നമ്മള് ഈ ദാനം ചെയ്യും, അതായത് റമദാൻ ടൈമില് അവര് ദാനം ചെയ്യും. ആൾക്കാർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിശന്നിരിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ആഹാരം കിട്ടാൻ വഴിയില്ലാത്ത ഒരാളുടെ കഷ്ടം എന്താണെന്ന് സ്വയം അനുഭവിച്ചറിയുക, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നബി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പാവപ്പെട്ടവന്റെ കഷ്ടം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അവർക്ക് ദാനമായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം. ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഫുഡാണ്. ഫുഡ് കിട്ടാണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആഹാരം കിട്ടാണ്ട് വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പൊ ഇതിനെപ്പറ്റിയും ഇതേമാതിരി ദാനത്തിനെ പറ്റിയും പ്രശംസിക്കുകയാണ് നമ്മുടെ റമദാൻ ടൈമിലുള്ള ആ നോമ്പ് നോക്കുന്നതും, അതേമാതിരി ഷെയർ ചെയ്യുന്നതും, ഒരുമിച്ച് കമ്മ്യൂണലായിട്ട് ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കുന്നതും, ഇതൊക്കെ ഒരു റിച്വലാണ്. അതിനെ നമ്മൾ ഇന്റർലിങ്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല, അവരുടെ കോൺഷ്യസ്നെസ്സിൽ എന്താണോ ശരിയെന്ന് പറയുന്നത് അത് അവർ നടത്തിക്കുന്നു. ഇതേമാതിരി തന്നെ കമ്മ്യൂണൽ ഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം.
2 റിലീജിയൻ തമ്മിൽ, 2 കമ്മ്യൂണിറ്റി തമ്മിൽ മതഭ്രാന്ത് പിടിച്ചിട്ട് പരസ്പരം വെട്ടുകയും കുത്തുകയും ചെയ്യുമ്പോൾ അത് കമ്മ്യൂണൽ വയലൻസ് ആയി. കാരണം അവരുടെ മതത്തിൽപ്പെട്ട ഒരാളെ വെട്ടി. ഇതിവിടെ കേരളത്തിൽ വളരെ കാര്യമായിട്ട് കാണുന്നുള്ള ഒരു സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. RSSന്റെ ആൾക്കാരെ വെട്ടുക, അതേമാതിരി കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കയറി തല്ലുക. ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. കമ്മ്യൂണലിസം വെച്ചുകൊണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിന്റെ ബേസിൽ മനുഷ്യത്വം ഇല്ലാണ്ട് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ വരുമ്പോൾ അവനവന്റെ കമ്മ്യൂണിറ്റിയിൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ വെട്ടിയാൽ ഒരാളെ വെട്ടിയാൽ ഞാൻ 10 പേരെ വെട്ടും. ഇപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ആ വയലൻസ് ഒരിടത്തും അവസാനിക്കാൻ പോകുന്നില്ല. അത് കൂടിയേ വരുള്ളൂ. എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ള ധർമ്മം എന്താണ്? എല്ലാം സത്യമാണ്, മനുഷ്യൻ സത്യമാണ്. അല്ലെങ്കിൽ ധർമ്മം, ഈശ്വരൻ എന്ന് വെച്ചാൽ ലവ് ആണ്, സ്നേഹമാണ് ഈശ്വരൻ, അഖിലമാണ്. അത് മുഴുവൻ ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ മറികടന്ന് ഈ ഭ്രാന്ത് പിടിച്ച് ഫെനറ്റിസം, അതിന് നമ്മൾ പറയുന്നത്, മതഭ്രാന്തിനെ പറയുന്നത് ഫെനറ്റിസം എന്നാണ്. നമ്മൾ അങ്ങനത്തെ ഒരു തിരക്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ നടക്കണേ? കൺവേർഷൻ ചെയ്യുന്നു. പണ്ട് ഇന്ത്യയില് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ടൈമില് ഒരു ബ്രിട്ടീഷുകാരൻ അങ്ങേരുടെ 2 കുട്ടികളെയും കൊണ്ട്, അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ടൈമിലാണ്, നോർത്ത് ഇന്ത്യയിലാണ് സംഭവം. അങ്ങേരുടെ 10 വയസ്സായ 2 പിള്ളേരെയും കൊണ്ട് ബസ്സിൽ കിടന്ന് ഉറങ്ങുമ്പോൾ മതഭ്രാന്തന്മാരായ ആൾക്കാര് അവരെ കൺവേർഷന്, അതായത് മതം മാറ്റാൻ, ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരാൻ വേണ്ടി വന്നവരാണെന്ന്, അവർ എഡ്യൂക്കേഷണൽ ആൾക്കാരാണ്, പഠിത്തത്തിന് കൊണ്ടുവന്നവരാണ്. പക്ഷെ ആ കുട്ടികളെയും, 10 വയസ്സായ കുട്ടികളെയും അച്ഛനെയും ബസ്സിന്റെ അകത്ത് തന്നെ ഇട്ട് രാത്രി അവർ ബസ്സിലാണ് കിടന്നുറങ്ങുന്നത്. എഡ്യൂക്കേഷന് പ്രൊമോഷന് വന്നവരാ. അവരെ ചുട്ടുകൊന്നു അല്ലെങ്കിൽ തീയിട്ടു അതിന്. ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണൽ റൈറ്റ്സ് വളരെ കൂടുതലായിട്ട് കൺവേർഷൻ ബേസ് ചെയ്തിട്ട്, അതായത് മതം മാറുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റ്സ്, അല്ലെങ്കിൽ വഴക്കുകൾ, അല്ലെങ്കിൽ അടിപിടികൾ, അല്ലെങ്കിൽ കൊള്ളിവെപ്പും കൊലയും ഒക്കെ ഇന്ത്യയിൽ ധാരാളം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല. നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ അപ്രോച്ച്. പക്ഷെ ഇത് എംപിരിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും വലിയ സ്കോളേഴ്സും പലവിധത്തിലുള്ള ഈ കമ്മ്യൂണൽ ഫൈറ്റ്സിനെ പറ്റി, ഡിഫറൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ പറ്റുന്നത് മുഴുവനും ഇത് തന്നെയാണ്. പിന്നെയും ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മെറ്റീരിയലിസ്റ്റ് അപ്രോച്ച് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ മെറ്റീരിയലിസ്റ്റ് അപ്രോച്ച് കാണാം. അതിൽ എന്താണെന്ന് വെച്ചാല് അവര് വിശ്വസിക്കുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും റോള് ഓരോ സ്റ്റേറ്റിന്റെയും എത്രത്തോളം അതിൽ തലയിടുന്നുണ്ട്. മെറ്റീരിയൽസ് വന്നിട്ട് കമ്മ്യൂണിറ്റി ഫോർമേഷൻ എന്തൊക്കെയാണ്, ഫോർമേഷൻ ചെയ്യുമ്പോൾ ഐഡിയോളജി, കമ്മ്യൂണലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഐഡിയോളജി എന്തൊക്കെയാണ്, ഫണ്ടമെന്റൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, എപ്പിസോഡ് കണ്ടിന്യൂസ് ആയിട്ട് റിഫ്ലക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ നേതാക്കന്മാര് ഇതിനെ പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും അതിന് കൺക്ലൂഷൻസ് ചെയ്യാനും ഒക്കെ വലിയ സ്കോളേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അമൃത ബാസു, ബോൾ പ്രോസ്, അതുഷ് വെച്ച, ഇവരൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഓരോ തിയറികളുണ്ട്. ഇതിനെപ്പറ്റി എങ്ങനെയായിരിക്കണം ഇതിനെ റൈറ്റ്സിനെ സ്റ്റഡി ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അതിനെ അവസാനിപ്പിക്കേണ്ടതെന്നൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ, എസെൻഷ്യൽ ആയിട്ടുള്ള അപ്രോച്ചിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പല വിധത്തിലുള്ള ലീവിങ് നടക്കുന്നുണ്ട് അക്രോസ്. അപ്പോൾ അതിൽ വരുമ്പോൾ
മ്യൂച്വൽ പരസ്പര റിലേഷൻഷിപ്പിനെ കണ്ടുപിടിക്കണം. ഈ പരസ്പര റിലേഷൻഷിപ്പിനെ പറ്റിയും എടുത്തു പറഞ്ഞ് അതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അങ്ങേരുടെ ബുക്കായ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ പറ്റി. ഇനി ഇത് എവിടെ നിന്നാണ് ഒറിജിൻ ആവുന്നത്, കമ്മ്യൂണലിസം എവിടെ നിന്നാണ് ഒറിജിനൽ ആവുന്നതെന്ന് നോക്കാം. കമ്മ്യൂണിസത്തിൽ വരുമ്പോൾ ഇതൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയാണ്. കമ്മ്യൂണൽ നമ്മളുടെ കൊളോണിയൽ റൂൾ ടൈമിലാണ് ഇത് ഉണ്ടാവുന്നത്. കാരണം ആ കാലഘട്ടങ്ങളിൽ നമ്മളുടെ നാട്ടിൽ വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏർലിയർ ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതിനെ റിലീജിയസ് കൺവേർഷൻ, അതായത് അതിനെ മാറ്റി വരുത്തുന്നത്, ഒരു കമ്മ്യൂണൽ സെൻസിലേക്ക് കൊണ്ടുവരുന്നത് 19ാം നൂറ്റാണ്ടിലെ പാതിയിലാണ്. എന്താന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോളനിയാണ് നമ്മൾ. ആ ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസിയാണിത്. ബ്രിട്ടന്റെ കൊളോണിയൽ പോളിസിയാണിത്. അവിടെ 1857 അതായത് സിപ്പോയ് മ്യൂട്ടനി അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഇവിടെ കോളനികളുടെ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയതന്ത്രപരമായ ഇടപെടലിലാണ് ഈ കമ്മ്യൂണലിസം എടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ 19ാം നൂറ്റാണ്ടിൽ പല കാരണം വെച്ചാൽ ഇവര് പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും വിഭജിച്ചെടുക്കുക. അങ്ങനെ ആ റീസൺ കാരണമാണ് ഡിവിഷൻ ഓഫ് ഇന്ത്യ വന്നത് തന്നെ. അവസാനം 2 നേഷൻ തിയറി വരുന്നത് തന്നെ അതിന്റെ കാരണമാണ്. കാരണം അവർക്ക് മുസൽമാൻ ഗ്രൂപ്പിന്റെ ആൾക്കാർക്ക്, മുസ്ലിം ഫെയ്ത്ത് റിലീജിയൻ അല്ലെങ്കിൽ ഇസ്ലാം ഫെയ്ത്ത് ഉള്ളവർക്ക് റൂൾസ് അവരെ ടെംപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ചില വ്യത്യാസങ്ങൾ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ, അതായത് ഈ മതഭ്രാന്തിനെ, കമ്മ്യൂണലിസത്തിനെ ബ്രിട്ടീഷ് കൊളോണിയൽ ഓഫീസേഴ്സ് ഇവിടെ വിത്ത് വിതച്ചു എന്ന് പറയാം. ആ വിത്തിനെ കൊണ്ട് വളമിട്ട് അവർ വളർത്തിയെടുത്തു. അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി, അവരുടേതായ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെയാണ് ഇതിവിടെ ഒറിജിൻ ആവുന്നത്. അതായത് ഇന്ത്യയിൽ ഇത് ഒറിജിൻ ആവുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനുള്ള കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ളവര് ഇതിൽ 19ാം നൂറ്റാണ്ടിൽ ഇവരെന്താ ചെയ്തെന്ന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് സാൻസ്ക്രിറ്റോ ഇന്ത്യയിലുള്ള പല ഭാഷകളോ പഠിക്കാൻ പറ്റില്ല. കാരണം ആ ബിസിനസ് നടത്താൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ഇവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ലാംഗ്വേജസ് ഒരു ബാരിയറാണ്. സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ലിംഗ്വിസ്റ്റിക് കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നമ്മളുടെ ആൾക്കാര് പുതിയ തലമുറയ്ക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കും. ആ ഇംഗ്ലീഷ് വഴി കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ഒരു പൗരന് ജോലി കിട്ടുന്നതും, അയാൾക്ക് ബ്രിട്ടീഷ് കോളനിയൽ ഗവൺമെന്റിൽ ജോലി കിട്ടുന്നതും, അതേമാതിരി തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വന്നവർക്ക് പ്രൊമോഷൻസ് കിട്ടുന്നതും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അതൊരു ടെംപ്റ്റേഷനാണ്. ആ ലാംഗ്വേജിനെ അവർ ചെയ്തത് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. കാരണം ബിസിനസ് ചെയ്യാൻ വേണ്ടി അവർക്ക് സംസാരിക്കാനും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് അഡ്മിനിസ്ട്രേഷൻ മൂവ്മെന്റ് പോകാൻ, ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇവര് പുതിയതായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കൂൾസ് തുടങ്ങുകയും
അതിൽ വഴി പുതിയ തലമുറ ഉണ്ടാവുന്നു. തലമുറയിൽ പുതിയ തലമുറയിൽ വന്നവർക്ക് രണ്ടും ട്രഡീഷണൽ നോളജും ഉണ്ട്, അതേമാതിരി ഇന്ത്യയിലുള്ള ട്രഡീഷണൽ നോളജും ഉണ്ട്, വെസ്റ്റേൺ നോളജും ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പാസ്സാകുമ്പോൾ ആ വെസ്റ്റേൺ നോളജും വരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഒരു നേഷൻ തിയറി വരുന്നത്. ഇതിന്റെ പരിണാമം നമ്മുടെ ആൾക്കാർക്ക് എന്താ നടന്നു വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അവർ പഠിക്കാനായിട്ട് യൂറോപ്പിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവുകയും ഈവൻ ഗാന്ധി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബാററ്റ് ലോ എടുക്കാൻ വേണ്ടി പോകുന്നു, പല വിധത്തിലുള്ള ലീഡേഴ്സും പോകുന്നു, അവിടെ പോകുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് വ്യത്യാസം, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെന്നുള്ളത് വ്യത്യാസം. അതിന്റെ ലാസ്റ്റായിട്ട് ആ കോൺഷ്യസ്നെസ് അവസാനിക്കുന്നത് നാഷണൽ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിനെ ഇവര് കൊളോണിയൽ ആൾക്കാർ, അതായത് കോളനീന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവ്സ് ഇതിനെ ഉപയോഗിച്ചു. അങ്ങനെ ഈ ചാലഞ്ച് ചെയ്ത നാഷണൽ കോൺഷ്യസ്നെസ്സിനെ ലേറ്റർ ഓൺ അത് അവർക്ക് തന്നെ അത് ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു ഒറ്റ സാമ്രാജ്യം എന്നുള്ളതിലേക്ക്, കൊളോണിയൽ നോളജിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബേസിസ് ആയിട്ട് വരുന്നത് റിലീജിയൻ, കാസ്റ്റ്, ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുന്നത്, റെപ്രസെന്റേഷൻ, ഏതെങ്കിലും ലെജിസ്ലേറ്റീവ് പോളിസി വിങ്ങില് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബോഡിയിലേക്ക് അവർക്ക് പെർമിഷൻ കിട്ടുന്നു. ഇതിന് ജെയിംസ് മിൽ പറയുന്നുണ്ട്, ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ കാലഘട്ടത്തിൽ റിലീജിയനെ മൂന്ന് വിധത്തിലാണ് അവര് കൊണ്ടുവന്നത്. ഒന്ന് ഏൻഷ്യന്റ്, പിന്നൊന്ന് മെഡീവൽ, ആദ്യകാലം, പുരാതന കാലം, നടുകാലം, പിന്നെ മോഡേൺ കാലം. അപ്പോൾ ഈ മില്ല് പറയുന്നത് ഇന്ത്യൻ സിംബലൈസ് ചെയ്യുന്നത് ഗോൾഡൻ പീരീഡ്. ഹിന്ദുസ് മിഡീവൽ പീരീഡ് മധ്യകാലഘട്ടങ്ങളിൽ മുസ്ലിം ഇൻവേഡേഴ്സ് ഉള്ള സമയമാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ മുസ്ലിംസിന്റെ വരവും മുസ്ലിം റൂളും മുഗൾ റൂളും നടക്കുന്നത്. മുഗൾ രാജാക്കന്മാരായിരുന്നാൽ കൂടെയും ഇന്ത്യയിൽ വളരെ സൗഹൃദമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു മുസ്ലിം റൂൾ ടൈമിൽ കൂടെ. അത് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് വന്ന ശേഷമാണ് അവിടെ വ്യത്യാസം വരാൻ തുടങ്ങിയത്. ഈ മുസൽമാനായ സോൾജിയർ അല്ലെങ്കിൽ ഹിന്ദു ആയ സോൾജിയർക്കോ അവരുടെ ബ്രിട്ടീഷുകാരുടെ സിപ്പോയിൽ, അതായത് ആർമിയിൽ അവർക്ക് കിട്ടുമ്പോൾ, അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ, ജോലി ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കൊളോണിയൽ അതോറിറ്റി വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വിഭജിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യയിൽ. ഈ മുസ്ലിം ആൾക്കാർക്ക് ഫെസിലിറ്റീസ് കൊടുക്കുകയും അതേമാതിരി അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടും അവർക്കൊരു ഇൻട്രസ്റ്റ് വരും. അങ്ങനെയാണ് ഇതിന്റെ വിത്തിന് ഇന്ത്യയിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വിഭജനത്തിന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുകയാണ്. സയ്യിദ് അഹമ്മദ് ഖാൻ വിചാരിക്കുന്നുണ്ട് ഇവരുടെ മുസ്ലിംസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ പൊസിഷൻസും അതേമാതിരി തന്നെ ഹിന്ദു ഇന്റലിജൻസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സുകാര് ഡൊമിനിയൻസ് മുസ്ലിംസിന്റെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിംസിന് അവര് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിക്കുന്നു. ഈ പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മൊഹമ്മഡൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് 1875 നടത്തുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നു. അപ്പോൾ ഒരു മുസ്ലിം മിഡിൽ ക്ലാസ്സിന് അവർക്ക് പഠിക്കാനും അവരെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതത്തിനുള്ള ചാൻസസ് ആണ് അവിടെ കിട്ടാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഏതായാലും
ഹിന്ദുവും അതേമാതിരി തന്നെ 1870 ഇതേമാതിരിയുള്ള ആന്റി കൊളോണിയൽ അപ്രോച്ച് കൊണ്ടുവരാണ്. അപ്പോ മുസ്ലിംസ്, എലൈറ്റ് ഗ്രൂപ്പായ മുസ്ലിംസും പുതു മിഡിൽ ക്ലാസ്സും പ്രിഫറൻസസ് കിട്ടുന്നു, റെപ്രസെന്റേഷൻ കിട്ടുന്നു പല പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും. അതേമാതിരി തന്നെ ജോബിൽ റിസർവേഷൻ കിട്ടുന്നു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിഡിൽ ക്ലാസ്സില് കൺവേർട്ട് ചെയ്യുന്നു. മുസ്ലിം എലൈറ്റ് ഗ്രൂപ്പിന് പൊളിറ്റിക്കൽ പവർ വരികയും അവരുടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവേഷൻസ് ലെജിസ്ലേറ്റീവ്സിലും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിലും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫോർമേഷൻ വരുന്നത്. ഇന്ത്യയില് മുസ്ലിം ലീഗ് എന്ന ഫോർമേഷൻ വരുന്നത് ആ കാലഘട്ടത്തിലാണ്, 1906. അതിനെ എൻകറേജ് ചെയ്തത് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഈ എൻകറേജ് ചെയ്ത സെക്ഷൻസ് ഹിന്ദുസിലും ഇതേമാതിരി തന്നെ കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നാഷണൽ യൂണിറ്റി അവരെന്ത് ചെയ്തു, എല്ലാം കൂടെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർമേഷൻ വരുന്നു. ഈ ഡിമാൻഡ് റിസർവേഷൻ, ഗവൺമെന്റ് ജോബിൽ റിസർവേഷൻ, ലെജിസ്ലേറ്റീവ് ബോഡിയിൽ റെപ്രസെന്റേഷൻ, ഇതൊക്കെ സിമിലർ ആയിട്ട് രണ്ട് സെക്ഷനും കിട്ടണം എന്നുള്ളതാണ്, ഹിന്ദുസ് ആസ് വെൽ ആസ് മുസൽമാൻ. അപ്പോഴാണ് കോമ്പറ്റീഷൻസ് കൂടുതലാവുന്നത്. കോമ്പറ്റീഷൻ വരുമ്പോൾ ഹിന്ദു മുസ്ലിമും പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. വാശിയേറിയ അഭിപ്രായങ്ങളും ഡിമാൻഡുകളും മുസ്ലിം ലീഗിനെ പറ്റി സംസാരിക്കാനും. ഇതിൽ എന്താ പറയുക വെച്ചാൽ, മുസ്ലിം ലീഗ് ലേറ്റർ ഓൺ വരുമ്പോഴത്തേക്കും മുസ്ലിം ലാൻഡ് ലോർഡ്സ്, മുസ്ലിം മിഡിൽ ക്ലാസ്, അവരുടെ ഡിമാൻഡ്, അവരുടെ വ്യത്യാസങ്ങൾ ഇങ്ങനെ കോമൺ ആയിട്ട് വരാൻ തുടങ്ങി. അതേമാതിരി തന്നെ ഹിസ്റ്ററിയില്, ചരിത്രത്തില് നമ്മൾ നോക്കുന്നുണ്ട്, ഹിന്ദുസിന്റെ ഗ്ലോറി മുസ്ലിം ഇൻവേഷൻ ടൈമില് കുറച്ച് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്, ഡിസ്ട്രോയർ ഓഫ് ഗ്ലോറി, അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിച്ചവര് ബ്രിട്ടീഷുകാര്. ഇതേമാതിരി തന്നെ ഇസ്ലാമിക്കിന്റെ ഗ്ലോറി റെസ്റ്റോർ ചെയ്യുന്നതും ഉണ്ട്. ഇവിടെ ബ്രിട്ടീഷ് നമ്മളുടെ ഇസ്ലാമിക് റൂളിനെ രണ്ട് വിധത്തിലാണ് റെപ്രസെന്റേഷൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ. 2 നേഷൻ തിയറി ലാസ്റ്റിൽ വരുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയതാണ്. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് റിഫോം ടൈമിൽ തുടങ്ങിയതാ. പോളിസി ഡിവൈഡ് ഇന്ത്യ, കമ്മ്യൂണൽ ലൈൻസിൽ സെപ്പറേറ്റ് എലക്ടറേറ്റ് കൊടുക്കുക. 1909 മിൻഡോ മോർലി റീഫോംസ് കൊണ്ടുവരുന്നു. ഈ സെപ്പറേറ്റ് എലക്ടറേറ്റ്, അതായത് മുസൽമാന് സെപ്പറേറ്റ്, ഹിന്ദുസിന് സെപ്പറേറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സെപ്പറേറ്റ് ആയിട്ട് ആൾക്കാർ നിർത്തുന്നു. അതായത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ നിൽക്കുന്നു. അതേമാതിരി തന്നെ ഹിന്ദുസിന്റെയും. അപ്പൊ എന്ത് പറ്റും, 1920 ഡിമാൻഡ് കൂടുതലാണ്. എത്രത്തോളം കൗൺസിൽസ് വൈഡ് ആക്കാൻ പറ്റും, പോപ്പുലർ ആയിട്ട് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് 1920 ഖിലാഫത്ത് മൂവ്മെന്റ്. ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫസ്റ്റ് ടൈമാണ് മുസ്ലിംസിന്റെ ലാർജർ ഫോൾഡിൽ വരുന്നത്. ഈ സെപ്പറേറ്റ് ഐഡന്റിറ്റി കൊണ്ടുവരുമ്പോൾ അവർക്ക് ഹിന്ദുസിനും മുസൽമാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാരണമാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബൈനേഷൻ വരുന്നത്. ഇനി കമ്മ്യൂണലിസവും സ്റ്റേറ്റും തമ്മിലുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കമ്മ്യൂണലിസവും കമ്മ്യൂണൽ വയലൻസും അതിനെ വരുന്നുള്ള വയലൻസും ഇന്ത്യയിൽ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാം. ഇന്റർമിംഗ്ലിംഗ് റിലീജിയനും പൊളിറ്റിക്സും. പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ രാഷ്ട്രീയവും, രാഷ്ട്രീയത്തിനും മതത്തിനും തമ്മിലുള്ള മിക്സിംഗ് ആണ് കമ്മ്യൂണൽ വയലൻസ് നമ്മൾ കാണുന്നത്. പോസ്റ്റ് ഇന്ത്യ ടൈമിലും കമ്മ്യൂണലിസം ഒരു കോമ്പറ്റീറ്റീവ് ഇലക്ടറൽ പൊളിറ്റിക്സ് ആയിട്ട് മാറുകയാണ്. ഈ പൊളിറ്റിക്സിന്, അതായത് മതവും നമ്മളുടെ രാഷ്ട്രീയവും തമ്മിൽ കലർന്നു വരുമ്പോൾ, അവർ രണ്ടും പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് വരുമ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിൽ ഇത് വളരെ മോശമായിട്ട് എൻകറേജ് ചെയ്ത് വരുന്നുണ്ട് കമ്മ്യൂണലിസം. ഇതിനെ
നമ്മൾ ഇതിന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രഷർ സോഷ്യൽ ഗ്രൂപ്പിൽ വളരെ കൂടുതലാവുന്നു. പേഴ്സണൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതേമാതിരി തന്നെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നമുക്കിത് കാണാൻ പറ്റും. കാരണം റിലീജിയസ് കമ്മ്യൂണിറ്റീസ് വന്നിട്ട് പരസ്പരം അവനവന്റെ ആൾക്കാരെ നിർത്തുക, അവനവന്റെ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഇന്ത്യയുടെ ക്ലോസ് ആയിട്ട് ലോയൽറ്റി വരുന്ന മാസസ് ആക്ടിങ് എന്തിനാ പറയുക, ട്രഡീഷണൽ മുസ്ലിം ലോസ്, പേഴ്സണൽ ലോ 1985, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984, അവിടെ സിഖ് മതക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്, ശബരിമല 2019, ഹിന്ദു വിശ്വാസം ഉള്ള ശബരിമലയിൽ ബാക്കിയുള്ള മതസ്ഥർ പോവാൻ പാടില്ല എന്നുള്ള ആ കോൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ള ഒരു വിചാരമാണ്. വയസ്സായ സ്ത്രീകൾക്കും പിബർട്ടിക്ക് മുമ്പിലുള്ള സ്ത്രീകൾക്കും പോകാം. ആ ഇഷ്യൂവിനെ അവര് കമ്മ്യൂണലിസം കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണലിസം കലർക്കുന്നു. എന്നിട്ട് അതിനെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ട ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിൽ കൊണ്ടുപോവുകയാണ് ഈ കമ്മ്യൂണലിസത്തിന്റെ പ്രശ്നങ്ങൾ. അതാണ് സെക്യുലറിസം നമ്മൾ പഠിച്ചു എല്ലാ മതം ഒരേമാതിരി ഇരിക്കണമെന്ന്. പക്ഷെ എന്നാലും അവനവന്റെ ആവശ്യം അനുസരിച്ച് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമില് ഇന്ത്യൻ സ്റ്റേറ്റില് പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ട്, ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പ്ലോയിറ്റേഷൻ റിലീജിയസ് സെന്റിമെന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന്. അപ്പോ ഇങ്ങനെ ആർഗ്യുമെന്റ് വരുമ്പോഴാണ് പ്രഷർ കൂടുക, മതത്തിന്റെ ലീഡേഴ്സിന് പ്രഷർ കൂടുന്നു. അതേമാതിരി സോയ ഹസൻ 1990 ആർഗ്യൂ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് പ്രഷർ റിലീജിയസ് ഫണ്ടമെന്റൽ മുസ്ലിം വുമൻസ് ബില്ലും രാം ജന്മഭൂമി കേസും. മുസ്ലിം ബില്ലിൽ അവര് പറഞ്ഞു ഇന്ത്യയില് ആ മുസ്ലിം മുത്തലാഖ് എന്ന് പറയും, ആ മുത്തലാഖിന്റെ ബില്ല് പാർലമെന്റ് അവതരിപ്പിക്കുമ്പോഴും അതിനെപ്പറ്റി, അതേമാതിരി തന്നെ രാമജന്മഭൂമി കേസിലും ഈ കമ്മ്യൂണലിസത്തിന്റെ ഛായ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. കാരണം അതിന്റെ ആർഗ്യുമെന്റിലൊക്കെ ഇതിനെ തന്നെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. പക്ഷെ ഗവൺമെന്റ് കേരള ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോടതി, നമ്മളുടെ കോടതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജുഡീഷ്യറി എല്ലാത്തിലും നിന്ന് വ്യത്യാസമായിരിക്കണം. ഒരു പുറത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മുസ്ലിംസിന് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഈ ബില്ല് ഡിസ്കസ് ചെയ്യുകയും അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതേമാതിരി രാമജന്മസ്ഥാനത്തിനെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. വലിയ വലിയ കേസായി കോടതികളിൽ, സുപ്രീം കോടതിയിൽ വരെ പോയിട്ടുണ്ട്. ഇനി ഇതിന് കമ്മ്യൂണലിസവും മീഡിയയും തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കാം. ഈ കമ്മ്യൂണലിസവും മീഡിയയും തമ്മിൽ വരുമ്പോഴത്തേക്കും അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് പല വിധത്തിലുള്ള ട്രഡീഷൻസ് ഉണ്ട്, പഴയ ട്രഡീഷൻസ് ഉണ്ട്. ആ ട്രഡീഷനല് മീഡിയ വഴി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മീഡിയ വഴി എന്തൊക്കെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ ആയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം എടുക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സിപ്പായ് മ്യൂട്ടിനി സമയത്ത് അവിടെയും ഉണ്ട് ഈ പ്രശ്നം. അതായത് അവർക്ക് ഈ എന്താ പറയാ, കാർട്ടേജ് കൊടുത്തു. കാർട്ടേജ് എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ് കടിച്ചിട്ട് വലിച്ചെറിയണം. അതിന്റെ മെയിൻ ഉദ്ദേശം അതാണ്. റീസൺ ആ വാറ്, ഇൻഡിപെൻഡൻസ് വാർ വരാനുള്ള റീസൺ അതാണ്. അതിൽ പശുവിന്റെയും മുസ്ലിമിന് എഗെയിൻസ്റ്റ് ആയ പിഗിന്റെയും ഫാറ്റ് ഉണ്ട് എന്നുള്ള ഒരു റൂമർ ഉണ്ട്. കൗവിന്റെയും പിഗിന്റെയും ഫാറ്റ് ഉണ്ട്, അത് കടിക്കുക. അത് രണ്ട് വിശ്വാസികൾക്കും, ഹിന്ദുസിനും മുസൽമാനും എഗെയിൻസ്റ്റ് ആയിരുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കൊണ്ടാണ് ഇത്രത്തോളം അതിന് പോപ്പുലാരിറ്റി കിട്ടാനും ഇത്രത്തോളം വൈഡായിട്ട് അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യാനും പറ്റിയത്. നമ്മള് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് വേറെ പറയാറുണ്ട്. ഇവിടെ പ്രിന്റ് മീഡിയന്റെ ഉപകാരം 18ാം നൂറ്റാണ്ടിൽ
ഈ പ്രിന്റ് മീഡിയ, അതായത് പല വിധത്തിലുള്ള ഭാഷകളുള്ള പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, റൈറ്റിങ്സ്, ഇതൊക്കെ നമ്മളുടെ ഇന്ത്യൻ യൂണിറ്റിനെ ഒരുമിച്ചാക്കാനും, പല ഭാഷ ഉണ്ടെങ്കിൽ കൂടെയും പക്ഷെ ഇപ്പോഴും ഇന്ത്യ ഒന്നാണ് എന്നുള്ള ആ കോൺസെപ്റ്റിനെ വളരെ ദൃഢമായിട്ട് അത് പറയുന്നത് അതുകൊണ്ടാണ്. എന്തൊക്കെ ലാംഗ്വേജസിൽ പേപ്പേഴ്സ് വന്നാലും, എന്തൊക്കെ ലാംഗ്വേജസ്, അത് ഒരു കാരണം വെച്ചാൽ നമ്മൾ മീഡിയ ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ യുണൈറ്റ് ചെയ്തു, പേപ്പർ പ്രിന്റ് മീഡിയ ആൾക്കാരെ യുണൈറ്റ് ചെയ്തു എന്നും പറയാം. ഡിവിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൽ ഒരു വിധത്തിൽ അത് യൂണിറ്റി അവർക്ക് മനസ്സിലാകാൻ പറ്റി. അതായത് ഈ മുസ്ലിം പ്രിന്റ് മീഡിയ റിലേഷനിൽ ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാര്, അതായത് പുറത്തു പോയി പഠിച്ചവര്, മതത്തെ പറ്റി വ്യത്യാസത്തിനെ പറ്റി അറിഞ്ഞിട്ടുള്ളവര്, പിന്നെ അതിനെ മതത്തിൽ നിന്ന് അതിനെ സ്വയം ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷിലും എഴുതി, സാൻസ്ക്രിറ്റിലും എഴുതി, റീജിയണൽ ലാംഗ്വേജസിലും എഴുതി, റിപ്പോർട്ടിംഗ് കൊടുത്തു, എക്സ്പ്ലെയിൻ ചെയ്തു, ആൾക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ലോക്കൽ ലാംഗ്വേജിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഡിഫറൻസ് ഓരോ കമ്മ്യൂണിറ്റിയിലും നടന്നിരുന്ന വിശ്വാസങ്ങളും അതിനെ എങ്ങനെയാണ് അടിച്ചമർത്തിയത്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് മീഡിയ വഴിയാണ് ഇവിടെ വരുന്നത്. പ്രിന്റ് മീഡിയ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്രിന്റ് മീഡിയ ആണ്. ആ പ്രിന്റ് മീഡിയ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഇലക്ട്രോണിക് മീഡിയ, പിന്നെ ടെലിവിഷൻ ചാനൽസ്. അന്നത്തെ കാലത്ത് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മീഡിയയും, പ്രിന്റ് മീഡിയയും സോഷ്യൽ മീഡിയയും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരാമർശിച്ചിട്ട് നമ്മൾ റൂമേഴ്സിന്റെ ബേസിലായിരിക്കാം ചിലപ്പോൾ അതിനെ വ്യത്യാസപ്പെട്ട വിധത്തിൽ വളച്ചൊടിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഏത് വിധമായാലും സോഷ്യൽ മീഡിയയിൽ വളരെ നമ്മൾ അഡ്വാൻസ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അഡ്വാൻസ്മെന്റ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ടെക്നോളജിയും സയൻസിന്റെയും അഡ്വാൻസ്മെന്റ് നമ്മൾ ഇന്നലെ വീക്ഷിച്ചതാണ്. ഇന്ത്യനെ ഇത്രയും ഒരു ഗ്ലോബലി ഉയർത്തിക്കൊണ്ടുവന്നതും സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ കൂടെയും ആ സയൻസും ആ ടെക്നോളജിയും നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയും. അതേമാതിരി തന്നെ എല്ലാവിധ സപ്പോർട്ടും ഗവൺമെന്റും ഇതിന് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡെവലപ്പിംഗ് നേഷനായിട്ട് ഉള്ളതെന്ന് പകരം ഡെവലപ്പ് ആക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ എത്രത്തോളം ഈ പുതിയ തലമുറ അതിന് വേണ്ട വിധത്തിൽ ഉപകരിക്കണം, അതിനെ കൺട്രോൾ ചെയ്യണം, എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നതിന്റെ രത്ന ചുരുക്കം. ഈ കമ്മ്യൂണൽ റൈറ്റ്സ് വളരെ പലവിധമുള്ള കമ്മ്യൂണൽ റൈറ്റ്സും അടിപിടി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്നുണ്ട്, ദാലിത് ആൾക്കാരെ കെട്ടിവെച്ച് അടിക്കുക, മരിക്കുന്നവരെ അടിക്കുക, അതൊക്കെ തെറ്റാണ്. അപ്പൊ ഇതൊക്കെ മാറ്റാനുള്ള വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയും അതിനെപ്പറ്റി വർക്ക് ചെയ്യണമെന്ന് നമ്മൾ എല്ലാവരോടും ഞാൻ ഈ ചാപ്റ്ററിന്റെ അവസാനം ഇതിൽ വളരെ ചുരുക്കമായിട്ട് പറയാണ്. ഇങ്ങനെ ഉള്ള ഒരു നല്ലൊരു ഇന്ത്യയെ കെട്ടിപ്പടുത്തെടുക്കണം എല്ലാ ന്യൂ ജനറേഷനും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.